കൊല്ലത്തുനിന്നാണ് ഈ മക്കൾ കാണാൻ വേണ്ടി വന്നത്. മുഖമെല്ലാം ഭയങ്കര ക്ഷീണിച്ചിരിക്കുന്നതുകൊണ്ട് കണ്ടപ്പം ചോദിച്ചു, എടാ നിങ്ങൾ ഉച്ചയ്ക്ക് ഭക്ഷണമൊന്നും കഴിച്ചില്ലേ? ഒരു ഉത്തരവും പറയാതെ അവന്മാർ ഇങ്ങോട്ടും ഇങ്ങോട്ടും ചിരിക്കുന്നത് കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു, എടാ വണ്ടിയെ കയറ്, നമുക്ക് ആദ്യം പോയി വല്ലതും കഴിക്കാം. വിനായക് ഹരിദാസ് ശിവദത്ത്. തലേദിവസം വൈകുന്നേരം ഇവന്മാർ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. ഈ സമയമായിട്ടും അവർ വെള്ളം കുടിച്ചാൽ അതൊന്നും കഴിച്ചിട്ടില്ല. എന്തിന് കൈ പൈസ കുറവായിരുന്നുകൊണ്ട് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇവർ നടന്നാണ് പഴയ ബസ് സ്റ്റാൻഡ് വരെ എത്തിയത്. +2 കഴിഞ്ഞിട്ട് വലിയ കോഴ്സൊന്നും എടുത്ത് പഠിക്കാൻ പറ്റിയില്ല, കാരണം അവസ്ഥയൊന്നും അത്ര നല്ലതായിരുന്നില്ല. ഇനി ഇവർ വന്നതിൻ്റെ ഉദ്ദേശം, ഇവരൊരു ക്ലീനിങ് കമ്പനി സ്റ്റാർട്ട് ചെയ്തു. വാട്ടർ ടാങ്ക്, ഹൗസ്, പറമ്പ്, അങ്ങനെ എല്ലാ തരത്തിലുള്ള വർക്ക് ഇവന്മാർ പിടിക്കുവായപ്പോൾ. തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിൽ എവിടെ വർക്കുണ്ടെങ്കിലും ഇവന്മാർ പോയി ചെയ്യും കേട്ടോ. നിലവിൽ വല്ലപ്പോഴും ആരെങ്കിലാണ് ഇവരെ ഒന്ന് വർക്കിന് വിളിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസം വീഡിയോ കണ്ടപ്പോൾ ഇവർ ചോദിച്ചു, ചേട്ടാ ഞങ്ങൾ ചേട്ടനെ ഒന്ന് വന്ന് കാണാൻ വരട്ടെ. ഞാൻ ചോദിച്ചു, ഉദ്ദേശം എന്താ? ചേട്ടാ ഞങ്ങൾ എന്ത് വർക്കും ചെയ്യും, പക്ഷെ നമ്മുടെ നാട്ടിൽ ഞങ്ങൾക്ക് വർക്കില്ല. ഞങ്ങളുടെ കൂടെ കുറേ പിള്ളേരും കൂടെ ഉണ്ട്, എന്ത് പണിയെടുക്കാനും ഞങ്ങൾ റെഡിയാണ്, ഞങ്ങളെ ആരും വിളിക്കുന്നില്ല ചേട്ടാ. ഞാൻ പറഞ്ഞു, ഞാൻ എപ്പോഴേലും അതിലേക്ക് വരുവാണെങ്കിൽ നമുക്ക് നേരിട്ട് കാണാം. വേണ്ട ചേട്ടാ, ഞങ്ങൾ ട്രെയിൻ കയറി വരാം, ചേട്ടൻ ലൊക്കേഷൻ ഒന്ന് അയച്ചതാ. ഞങ്ങൾ സംസാരിക്കുന്നത് കേട്ട് അതിലേക്ക് കടന്നു പോയവരൊക്കെ വളരെ ഹൃദ്യമായിട്ട് അവരോട് ഇടപെട്ടു. എടാ നിങ്ങളൊന്നും ഒറ്റയ്ക്കല്ല, ഞങ്ങളെല്ലാം കൂടെയുണ്ട്, ധൈര്യമായിട്ടിരിക്കുക. ഒന്നുമല്ല ഇത്രയും ദൂരം യാത്ര ചെയ്ത് നിങ്ങൾ വന്നില്ലേ, നിങ്ങൾ രക്ഷപ്പെടുകൂടാ. ഉറപ്പാണ്, വളരെ പ്രതീക്ഷയോടെ തന്നെയാണ് കണ്ണൂർ ജില്ലയിൽ നിന്ന് അവർ കൊല്ലത്തേക്ക് യാത്ര ചെയ്യാൻ പോകുന്നത്. ഇതെൻ്റെ കയ്യിലേക്ക് തരുമ്പോൾ പറഞ്ഞു, ചേട്ടാ ഇപ്പോൾ ഇത് തരാനേ എനിക്കുള്ളൂ, പക്ഷേ ഞങ്ങൾ ഇനിയും വരും. കയ്യിൽ നിറച്ചും ചോക്ലേറ്റുമായിട്ട് ചേട്ടനെയും കുടുംബത്തെ കാണാൻ വേണ്ടി ഞങ്ങൾ വരും. 5 മണിയല്ലേ, ഒരു ചായയും കൂടെ കുടിച്ചിട്ടാണ് ജാഫർ ഖാൻ്റെ തട്ടുകടയിൽ നിന്ന് ഇറങ്ങിയത്. നേരെ വീട്ടിലേക്ക് ചെന്നപാടെ നിധി പോലെ അവർ കരുതിക്കൊണ്ട് വന്ന സ്വീറ്റ്സ്, അന്നാറോസിൻ, വിലമതിക്കാനാവാത്ത സമ്മാനം. അത് കൊടുക്കുമ്പം ഞാൻ അവരുടെ മുഖത്തേക്ക് നോക്കി. എന്നാ ചൈതന്യമായിരുന്നറിയാവോ മക്കൾക്ക്. തീയിൽ കുരുത്തവരാ. നോക്കിക്കോ, നാളെ എന്നൊരു ദിവസം ഉണ്ടെങ്കിൽ അത് ഇവരുടെ തന്നെയാ. ഇതിൽ 2 പേര് സഹോദരങ്ങൾ, ഒരാൾ അവരുടെ കൂട്ടുകാരൻ. ഇനിയുണ്ട് ഇവരുടെ കൂടെ ആ പരിസര പ്രദേശങ്ങളിൽ ഒരു കൂട്ടം മക്കള്. പ്രിയമുള്ളവരെ, ഇവരുടെ കാര്യം നമുക്ക് ഏറ്റെടുത്താലോ? ആരും ഇവരെ സമ്പതിയുടെ പേര് സഹായിക്കൊന്നും വേണ്ട. വർക്ക് കൊടുക്കണം, ഇവർ പണിയെടുത്തോളും, എന്തും ചെയ്തോളും. ഒരു ടീമുണ്ട് ഇവരുടെ കൂടെ. നാട്ടിൽ നിൽക്കാൻ ഉറപ്പിച്ച മക്കളായവര്. അധികം നേരം വീട്ടിൽ നിൽക്കാൻ ഇവർക്ക് സമയമില്ല, കാരണം വൈകുന്നേരത്തെ ട്രെയിനിന് തിരിച്ചു പോകണം. വണ്ടിയെ കയറി നേരെ ബസ് സ്റ്റോപ്പിലേക്ക് പോകുന്ന വഴിക്ക് പറഞ്ഞു, മക്കളെ വിശ്വസ്തരായിരുന്നോണം, നിങ്ങൾക്ക് വർക്ക് കിട്ടും. ചേട്ടാ ഞങ്ങളെ വിശ്വസിക്കാം, ഞങ്ങൾക്ക് ജീവിക്കണം. ഇരുട്ടി തുടങ്ങി. ഞങ്ങളുടെ നാട്ടിൽ നിന്നുള്ള അവസാനത്തെ റെയിൽവേ സ്റ്റേഷൻ ബസ്സാണ്. യാത്ര പറഞ്ഞിറങ്ങുമ്പം ഏതാണ്ട് നല്ല ജോലി കൈ കിട്ടിയതുപോലെ തന്നെയുള്ള മുഖമായിരുന്നു അവരുടേത്. വലിയ പ്രതീക്ഷയോടെ ചിരിച്ചുകൊണ്ട് അവർ നടന്നു നീങ്ങി. പ്രിയമുള്ളവരെ, ഈ മക്കളെ നമ്മുടെ നാട്ടിൽ നമുക്ക് ഉയർത്തി നിർത്തണം. ഇപ്പം നമ്മൾ ഇവരുടെ കാര്യത്തിൽ കൃത്യമായിട്ട് ഇടപെട്ടില്ലെങ്കിൽ ഇവർ വീണുപോകും. ഇപ്പം അവർക്ക് നല്ലൊരു മനസ്സുണ്ട്, എത്ര കഷ്ടപ്പെടാനുള്ള മനസ്സുണ്ട്. മക്കളെ, ഞാനാകുന്ന സമൂഹം നിങ്ങളുടെ കൂടെയുണ്ട്, ധൈര്യമായി മുന്നോട്ട് പോക്കുമോ. കൊടുത്തുകൊണ്ട് പറയുമല്ല, ചെറിയൊരു പോക്കറ്റ് മണിയും കൈ കൊടുത്തിട്ടാണ് ഞാൻ അവരെ യാത്രയാക്കിയത്. പ്രിയമുള്ളവരെ, ഇനി അവരിവിടെ വരണം വലിയ സന്തോഷത്തോടെ. രക്ഷപ്പെടട്ടെന്നേ, അധ്വാനിക്കാൻ മനസ്സുള്ളവർ രക്ഷപ്പെടട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ.